ഈ വഴിയിലിട്ട് രാത്രിയിൽ ഉപദ്രവിക്കുന്നത്. അവർക്ക് എന്ത് വേണമെങ്കിലും അങ്ങ് ചെയ്യാം എന്നുള്ള തൻ്റെടുണ്ടല്ല. കൈയൊടിയുകയും ശരീരമാസകലം മുറിവേറ്റ പാടുകളുമുണ്ട്. 5ഓളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചേർന്നാണ് ഈ അമ്മയെ മർദ്ദിച്ചിരിക്കുന്നത്. ദാരുണമായി തന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. ഞാനൊരു മനുഷ്യന് ആവശ്യമില്ലാതെ ഒന്നും പറയാനെടുക്കാനും ഞാൻ പോകത്തില്ല. പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരമ്മയ്ക്ക് കുളത്തൂപ്പടുത്ത സർക്കിൾ ഓഫീസിലെ സർക്കിളും SI സാറും കേൾക്കാൻ പറയുന്നു. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ 50 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെയായിരുന്നു ഞാനൊരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയ്ക്ക് അംഗനവാടി ടീച്ചറുടെ മർദ്ദനമേറ്റ സംഭവം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു അമ്മയ്ക്ക്, അതും പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയ്ക്ക് അയൽക്കാരുടെ മർദ്ദനമേറ്റിരിക്കുന്നു. 5ഓളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചേർന്നാണ് ഈ അമ്മയെ മർദ്ദിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ആ അമ്മയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ആ അമ്മയും ആ അമ്മയുടെ അമ്മയും പേരക്കുട്ടികളും ചേർന്ന് താമസിക്കുന്ന വീട്ടിൽ അവർ തമ്മിലുള്ള ഒരു കുടുംബ പ്രശ്നം പിന്നീട് ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഏറ്റെടുക്കുകയും 5ഓളം സ്ത്രീകൾ ചേർന്ന് ആ അമ്മയെ ദാരുണമായി തന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. കൈയൊടിയുകയും ശരീരമാസകലം മുറിവേറ്റ പാടുകളുമുണ്ട്. ഏതായാലും നമുക്ക് ഈ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ കേസ് ഉള്ളത്. ഈ ഒരു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ചവിട്ടി തേക്കുന്നത് കുറെ നമ്മളെയും കാട്ടി വലിയവർക്ക് ഒരു പുച്ഛമാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും അങ്ങ് ചെയ്യാം എന്നുള്ള തൻ്റെടുണ്ടല്ല. അത് ഏതെങ്കിലും കച്ചിത്തുരുമ്പി തീരും. എന്നെ ഈ വിധം ചെയ്ത ഞാനൊരു നിരപരാധിയാണ്, ഒരു പാവം പിടിച്ചോളാണ് ഞാനൊരു മനുഷ്യന് ആവശ്യമില്ലാതെ ഒന്നും പറയാനെടുക്കാനും ഞാൻ പോകത്തില്ല. പക്ഷെ എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ച സർക്കാർ കണ്ടില്ല കേട്ടില്ല. കുളത്തൂപ്പടുത്ത സർക്കിൾ ഓഫീസിലെ സർക്കിളും SI സാറും കേൾക്കാൻ പറയാണ്. ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ കാണിച്ച ഈ സ്നേഹം, ഇതിന്റെ നെല്ലും പതിരും എനിക്ക് തിരിച്ചു തരണം. എൻ്റെ മുന്നിൽ എനിക്കത് കാണണം. ഈ സംഭവത്തിൽ കുളത്തൂപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ടുണ്ട്. ഏതായാലും 5ഓളം സ്ത്രീകൾ ചേർന്നാണ് ഒരു അമ്മയ്ക്കെതിരെ, അതായത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് സ്വന്തമായി പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്രൂരമായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വഴിയിലിട്ട് രാത്രിയിൽ ഉപദ്രവിക്കുന്നത്. ഇവരുടെ ഈ ഒരു കുടുംബ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നാട്ടുകാർ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്? ഇതിൽ ഇങ്ങനെ നമ്മൾ പല പല കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ അമ്മയുടെ മകന്റെ ഭാര്യ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ മൈക്രോ ഫിനാൻസുകാരുടെ ഒരു പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ വഴക്കുകൾ കുടുംബത്തിലുണ്ടായിരുന്നുവെങ്കിലും നാട്ടുകാർ ഏറ്റെടുക്കേണ്ട സാഹചര്യം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്. ഏതായാലും കുളത്തൂപ്പുഴ പോലീസ് ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.